അൽഹംദുലില്ലാ മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ ഒരു മട്ടരി കഴുകി പൊടിച്ചുങ്ങാണ്ട് വറുത്തുങ്ങാണ്ട് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നത്. ഞാനൊരു 15 കിലോ മട്ടരി വാങ്ങിനി കേട്ടോ. അത് നല്ലോണം വെള്ളത്തിലിട്ടുങ്ങാണ്ട് കഴുകി ഏകദേശം ഞാനൊരു മണിക്കൂർ കുതിരാൻ വെച്ചിനി കേട്ടോ അരി. അത് കഴിഞ്ഞുങ്ങാണ്ട് വീണ്ടും ഒന്നും കൂടി കഴുകിങ്ങാണ്ട് ഊറ്റിങ്ങാണ്ട് കൊട്ടിക്ക് ഊറ്റിയിടുകയാണ് കേട്ടോ, വെള്ളം തോരാൻ വേണ്ടിങ്ങാണ്ട്. ഇതൊരു രാത്രി തലേ ദിവസമാണ് കേട്ടോ ഇത് ചെയ്യണത്. പിറ്റേ ദിവസമാണ് കേട്ടോ അത് പൊടിക്കാൻ കൊണ്ടുപോകണം. 15 കിലോ അരിയിൽ നിന്ന് 1 കിലോ ഞാനവിടെ മാറ്റിച്ചിന് കേട്ടോ, ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ മട്ടരി കൊണ്ട് ചോറ് വെച്ചാൽ ആർക്കും പറ്റൂല. എനിക്കടക്കം ഇഷ്ടമല്ല, പിന്നെ ഞാൻ തിന്നു നോക്കും, മക്കളും ആരും തിന്നൂല. അപ്പോൾ പിന്നെ കഴുകിങ്ങാണ്ട് പൊടിച്ചാൽ വിചാരിച്ചു. എന്നാലും മട്ടരി വയറ്റിക്കാണ് നല്ലതാണല്ലോ വിചാരിച്ചു കണ്ടാണ് ഈ പണി എടുക്കുന്നത് കേട്ടോ. ഒരു നേരം ഇട്ടാക്കാരണം കണ്ട് അങ്ങനെയാണ്. മറ്റേ ചാക്കരി ആണെങ്കിൽ കുഴപ്പമില്ല, റേഷൻ അരി. ഇത് റേഷൻ അരി തന്നെയാണ് കേട്ടോ. അപ്പം അത് നല്ലോണം കഴുകി പൊടിച്ചുകാണ്ട് നമ്മൾ ഈ വിളർച്ചക്കൂടി നമുക്കത് മില്ലിൽ നിന്ന് തന്നെ പൊടിച്ചുകാണ്ട് വറുത്ത തരും കേട്ടോ. അങ്ങനത്തെ മില്ലുണ്ട്, പക്ഷേ ഞങ്ങളവിടെ വറുക്കൂല. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയിരിക്കണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊടുന്നിട്ട് പിന്നെ ഈ 10-14 കിലോ പൊടി ഞാൻ ഒറ്റയ്ക്ക് വറുത്തുണ്ടാക്കണ രംഗാണ് കേട്ടോ അത്. ഇതിന് കുറച്ച് പണിയാണ്, രസമാണ്. പുട്ടും ഇതൊക്കെ നല്ല രസമാണ്, നല്ലതുമാണ്. ഇങ്ങോട്ടൊക്കെ വറുക്കുകയാണ്. രാത്രി വറുത്തിട്ട് ഓരോന്ന് വേറെ ചെമ്പട്ടിക്ക് മാറ്റി വെച്ച് അങ്ങനെ തലേ ദിവസമൊക്കെ മൂടി വെച്ച് പോയി കടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം ചൂടാറിയിട്ടാണ് കേട്ടോ ഞാൻ അത് പാത്രത്തിലാക്കണത്. ഇതാ കണ്ടോ, ചൂടാറിയിട്ട് ആദ്യം ഒരു കുടുക്കിയിൽ ആക്കി വെച്ചു. പിന്നെ നമുക്ക് സാധാ ഉപയോഗിക്കാമല്ലത് ഞാൻ ഇതേമാതിരി ചെറിയൊരു കണ്ടെയ്നറിൽ ആക്കിക്കണം. 5 കിലോന് കൊള്ളു കേട്ടോ, അതിലാക്കി വെക്കുകയാണ്. അങ്ങനെ ഫുള്ള് പൊടിയും ഞാൻ പാത്രത്തിലാക്കി കണ്ടോ. ഇനി ഇത് മൂടി വെച്ചാൽ കുറേ കാലം നിൽക്കും കേട്ടോ, കേട് കൂടാതെ 1 വർഷം വരെയൊക്കെ നിൽക്കും. അങ്ങനെ എടുത്തു. പിന്നെ ഞാൻ പിന്നെ പച്ചരിയില്ലേ അത് കഴുകിങ്ങാണ്ട് അതും അതിൻ്റെ കൂടെ പൊടിച്ചിനി, പത്തിരിപ്പൊടി അതും ഉണ്ടായിനി. ഏകദേശം ഒരു 10-15 കിലോന് പൊടി അതിൽ പറയുന്നിടത്തൊക്കെ പേക്കുന്നുണ്ട്. ഏതായാലും ഞാൻ അത് അരിപ്പൊടിയും പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. പച്ചരിൻ്റെ പൊടി അത് പത്തിരിക്കായിട്ട് പൊടിച്ചതാ. പിറ്റേന്ന് ഉസ്താമാർ ചിലവല്ലേന് ഞാൻ വീഡിയോ ഇട്ടിനിയല്ലോ ചിലവിൻ്റെ. അങ്ങനെ അതൊക്കെ ഇട്ട് ഇനി ഞാൻ പുട്ടുണ്ടാക്കുകയാണ്. പുട്ടുണ്ടാക്കണ കൂടി കാണിച്ചു തരാം. ഇത് നമ്മൾ അടുപ്പത്തൊക്കെ പുട്ടിൻ്റെ തൂക്കാണ് കേട്ടോ, പുട്ട് കുറ്റിയാണ്. അപ്പം അടുപ്പത്ത് വെക്കാൻ ഇങ്ങനത്തെ തന്നെ നല്ലത്, മറ്റേ ഗ്യാസും വെക്കാൻ വേറെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഏതായാലും ഞാൻ നല്ലോണം വെള്ളം വാർന്നുകൊണ്ട് നല്ലോണം കുതിർക്കണം കേട്ടോ. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം വേണം. അങ്ങനെ ആകുമ്പോൾ കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. പിന്നെ തലേന്നത്തെ കോഴിക്കറി ഉണ്ടായിനി, അതിക്ക് ലേശം തേങ്ങ അരച്ച് പറന്നുകാണ്ട് അങ്ങനെ ഞാൻ പോയിങ്ങാണ്ട് ലേശം ചോറ്റോലൊക്കെ എടുത്ത് കൊടുത്തുങ്ങാണ്ട് അതിലിട്ടു കേട്ടോ. പിന്നെ പുട്ടിൻ്റെ കുറ്റിയിലിട്ടീനി. അപ്പം നല്ലൊരു മണം വരും. അങ്ങനെ കണ്ടോ, നമ്മളെ കറി തിളച്ചപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ വന്നു കണ്ടോ. അടിപൊളി പുട്ടാണ് കേട്ടോ. ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കിക്കണം നിങ്ങൾ ആരെങ്കിലും, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് പുട്ടിന്. ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും ടേസ്റ്റ് പറഞ്ഞിട്ട് കമ്പം കൂട്ടല്ല. എനിക്ക് അങ്ങനത്തെ സാധനം ഞാൻ ശരിക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ എന്നെ ഇതാക്കല്ല, നിങ്ങളെല്ലാ വീഡിയോസിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതാ അങ്ങനെ ഇവിടെ പിന്നെ പുട്ടും കറിയൊക്കെ കൂട്ടിങ്ങാണ്ട് മക്കൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ടിട്ടോ, സബ്സ്ക്രൈബും ചെയ്യുകൊണ്ട്, കമൻറ്റ് ചെയ്യുകൊണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ ചെയ്യൽ കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, കണ്ടു നോക്കിയാലും അറിയാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.